ഹലോ ഗായ്സ്, ലെറ്റ്സ് പ്ലേൻ്റെ 25ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഭാഗത്തായിട്ട് നമുക്കൊരു ചെറിയ മിനി പൗണ്ട് ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്. നമ്മളെ ഈ ബേസിൻ്റെ എല്ലാ ഭാഗത്തും നമുക്ക് ബിൽഡ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് നടക്കണം. അതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. പിന്നെ മിനി പൗണ്ട് ഇവിടെ കാണാൻ നല്ല ഭംഗിയുണ്ടാവും. ഞാൻ കറക്റ്റായിട്ടൊന്ന് കാണിച്ചു തരാം. നേരെ നമ്മളെ വീടിൻ്റെ മേലേക്ക് ഒന്ന് ഇറങ്ങിയതിന് ശേഷം ഇവിടെ നിന്ന് നല്ലപോലെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ നമ്മളെ നെതർ പോർട്ടലിലൂടെ വന്ന് കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. ഒരു പാത്തൊക്കെ ഇട്ടപ്പോൾ നല്ല രസമുണ്ട്. ഇവന്മാരൊക്കെ ഇവിടുന്ന് മാറ്റണം. നമുക്ക് ഒരു 2-3 എപ്പിസോഡിൻ്റെ ഉള്ളിൽ ഇവന്മാർ വെച്ചിട്ട് നമുക്ക് ഫാം ഉണ്ടാക്കണം. പിന്നെ ഈ അയൺ കോണർ ഫാം നമുക്ക് പൊട്ടിച്ച് മാറ്റണം. നമുക്ക് ആവശ്യത്തിനുള്ള അയൺ ഇപ്പോൾ കിട്ടുന്നുണ്ട്. അപ്പോൾ എന്തായാലും അവിടെ ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഈ ഏരിയക്കകത്താണ് ബിൽഡ് ചെയ്യാൻ പോണത്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ കളക്ട് ചെയ്യാം. നമ്മൾ ഈ ഭാഗത്ത് ടിൽറ്റ് ചെയ്തൊക്കെ ഒന്ന് പൊട്ടിച്ച് മാറ്റിയിട്ടുണ്ട്. നമ്മളതിലിപ്പോൾ ക്യാരറ്റും പൊട്ടാറ്റോൻ്റെ ഒക്കെ ഫാർമുണ്ട്. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. നൈറ്റായി തുടങ്ങി, അതുപോലത്തെ നല്ല മഴയുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പോയി ഉറങ്ങി വെച്ചിട്ട് വരാം. ഫസ്റ്റ് ടൈം ആയിട്ട് നമുക്ക് ആദ്യം തന്നെ 2 ചെസ്റ്റ് ക്രാഫ്റ്റ് ചെയ്ത് വെക്കാം. നമുക്ക് ബിൽഡിന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ നമ്മൾ ഈ ഏരിയക്കകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഐറ്റംസ് കളക്ട് ചെയ്യാൻ തുടങ്ങാം. ഫസ്റ്റ് ടൈം ആയിട്ട് നമുക്ക് കുറച്ച് ഗ്രാവലിൻ്റെ ആവശ്യമുണ്ട്. ഗ്രാവൽ നമ്മുടെ പെട്ടിക്കകത്ത് തന്നെ ഉണ്ട് ആവശ്യത്തിനുള്ളത്. ഗ്രാവൽ തന്നെ സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ളത് സ്റ്റോണാണ്. അപ്പോൾ കുറച്ച് സ്റ്റോൺ ഒപ്പിക്കട്ടെ. അതങ്ങനെ സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് 2 സ്റ്റേക്കോളം സ്റ്റോൺ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് സ്റ്റെയറിൻ്റെ ആവശ്യമുണ്ട്. സ്റ്റോണിൻ്റെ സ്റ്റെയറിനാണ് നമ്മൾ യൂസ് ചെയ്യണത്. ഇനി നമുക്ക് കുറച്ച് സ്ലാബിൻ്റെ ആവശ്യമുണ്ട്. അത് നമ്മൾ പെട്ടിക്കകത്ത് തന്നെ ഉണ്ട്. ഇനി കുറച്ച് മോസ് ബ്ലോക്കിൻ്റെ ആവശ്യമുണ്ട്. ബോൺ വീൽ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ബോൺ കട്ടെത്തിന്ന് ഈ പെട്ടിക്കകത്ത് ഒരു മോസ് ബ്ലോക്ക് ഞാൻ വെച്ചിരുന്നു. നമുക്കിത് കൊണ്ടുപോയിക്കൊണ്ട് ബോൺ വീൽ ചെയ്യാം. നമ്മളെ ഹോം കൂടി ഒന്ന് എടുക്കണം. ഈ പെട്ടിക്കകത്തൊന്നും കാണാനില്ല. അപ്പുറത്തെ പെട്ടിയിലുണ്ടാവും. അതുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് മോസ് ബ്ലോക്ക് പൊട്ടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ സെറ്റായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഫാർമിംഗ് ഐലൻഡേക്ക് വന്നിക്കണേ. ഇവിടെ നമുക്ക് കുറച്ച് ഇത് ബോൺവിൽ ചെയ്ത് ഒപ്പിക്കാം. ഇതിങ്ങനെ ബോൺവിൽ ചെയ്താൽ മതി, പെട്ടെന്ന് തന്നെ കിട്ടിക്കോളും. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കാർപ്പറ്റും കിട്ടും മോസ് ബ്ലോക്കിൻ്റെ. അപ്പോൾ ഞാൻ കുറച്ച് ബോൺവിൽ ആയിട്ട് ആദ്യം. ഇനി നമുക്കിതൊക്കെ ഒന്ന് ഹോ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ കളക്ട് ചെയ്തെടുക്കാം. ഹോ ഉണ്ടായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഐറ്റംസ് നമ്മുടെ കയ്യിൽ കിട്ടിക്കോളും. അങ്ങനെ രാത്രി ആയി തുടങ്ങി. നമുക്ക് ആവശ്യത്തിനുള്ളപ്പോൾ കിട്ടിയിട്ടുണ്ടാവും. ഏകദേശം ഒരു 2.5-3 സ്റ്റാക്കോളം നമുക്ക് കിട്ടിയിരിക്കണേ. അതിന് നമുക്ക് ആവശ്യത്തിന് മതി. ഇനി നമുക്ക് കിട്ടിയ കോബിൾ സ്റ്റോൺ വെച്ചിട്ട് മോസി കോബിൾ സ്റ്റോൺ ഉണ്ടാക്കണം കുറച്ച്. അതുപോലെ തന്നെ നമുക്ക് മോസി സ്റ്റെയറും ആവശ്യമുണ്ട്. പക്ഷേ നമ്മുടെ കയ്യിലുള്ള കോബിൾ സ്റ്റോണൊക്കെ കഴിഞ്ഞു പോയി. ഇനി കുറച്ചുകൂടി നമുക്ക് മൈൻ ചെയ്തിട്ട് വേണം. നമ്മളങ്ങനെ ഈ ഏരിയക്കകത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് കുറച്ച് മൈൻ ചെയ്തെടുക്കാം. നമ്മൾ ഫോർച്യൂൺ പിക്കാസാണ് യൂസ് ചെയ്യണത്. നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു സ്റ്റോൺ ജനറേറ്റർ ഉണ്ടാക്കണം. എന്നാലാണ് പെട്ടെന്ന് നമുക്ക് സ്റ്റോൺ കിട്ടുള്ളൂ. അതങ്ങനെ നമുക്ക് ആവശ്യത്തിനുള്ള അയക്കണേ. ഏകദേശം 3 സ്റ്റാക്കിൻ്റെ മേലേക്ക് നമുക്ക് കിട്ടിയിരിക്കണേ. അതന്നെ മതിയാവും. ഇനി നമുക്ക് മോസി സ്റ്റെയറിൻ്റെ ആവശ്യമുണ്ട്. അങ്ങനെ അത് ക്രാഫ്റ്റ് ചെയ്യണേ. അതുപോലെ തന്നെ നമ്മൾ വാൾസും ക്രാഫ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ മോസ് ബ്ലോക്ക് വെച്ചിട്ട് എല്ലാ സംഭവങ്ങളും നമ്മൾ കവർ ചെയ്ത്. ഇനി നമുക്ക് കുറച്ച് പോഡ്സോളിൻ്റെ ആവശ്യമുണ്ട്. അത് നമുക്ക് ഇവിടെ തന്നെ ആവശ്യത്തിന് എയറുണ്ട്. നമുക്ക് കുറച്ച് കളക്ട് ചെയ്യാം. അതും അങ്ങനെ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. നമുക്ക് പെട്ടിയിൽ കൊണ്ടുപോയി വെക്കാം. ഏകദേശം 2 സ്റ്റാക്കിൻ്റെ അടുത്തോളം നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ക്രോസ് ഡേർട്ടിൻ്റെ ആവശ്യമുണ്ട്. അത് ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് കുറച്ച് ഡേർട്ടും അതുപോലെ തന്നെ ഗ്രാവലും വേണം. അങ്ങനെ ആ 2 ഐറ്റംസ് നമുക്ക് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാം. ഇനി നമുക്ക് കിട്ടിയ ഐറ്റംസ് നമുക്ക് പെട്ടിയിൽ കൊടുന്ന് വെക്കാം. ഇതെന്തെങ്ങനെ തുറന്നിരിക്കണേ? ഇതെന്തിനെങ്ങനെ തുറന്നിരിക്കണേ? നമുക്ക് കയറിയിരിക്കാനാ? ഇനി എങ്ങനെ ഇതിൻ്റെ അകത്തേക്ക് ചാടാൻ പറ്റുമോ? ഒന്ന് കയറി നോക്കട്ടെ. അകത്തേക്കൊന്നും കാണണമെന്നില്ല. ഓപ്പൺ ആവണമൊക്കെ ഉണ്ട്. ഐറ്റംസ് വെക്കാനും പറ്റുന്നുണ്ട്. പക്ഷെ ഇത് ക്ലോസ് ആവണില്ല. ഇതെന്താണെന്നറിയില്ല. നമുക്ക് എന്തായാലും നമ്മൾ പണി നോക്കാം. ഇനി നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് കുറച്ച് സൈൻ ബോർഡാണ്. അപ്പോൾ ഒന്ന് ക്രാഫ്റ്റ് ചെയ്യട്ടെ. അതന്നെ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. 15 ഉണ്ട്. ഇനി നമുക്ക് കുറച്ച് സ്ലാബ് ക്രാഫ്റ്റ് ചെയ്യാം. അതും ക്രൂസ് വുഡിന് തന്നെയാണ് നമ്മൾ ക്രാഫ്റ്റ് ചെയ്യുന്നത്. നമ്മൾ കുറച്ച് ട്രാപ്പ് ഡോറും ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഫെൻസ് ക്രാഫ്റ്റ് ചെയ്യണം. അതങ്ങനെ ഏകദേശം 21 ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ച് നമ്മൾ പെട്ടിയിലുണ്ടായിരുന്നു. അതുകൊണ്ട് ചേർത്ത് നമുക്ക് 30 കിട്ടിയിട്ടുണ്ട്. അതിലിരിക്കട്ടെ. ഇതെന്താ എപ്പോഴും റെഡി ആവാത്തത്? ഒന്ന് റീലോഡ് ചെയ്ത് നോക്കട്ടെ. ചിലപ്പോൾ അങ്ങനെ റെഡിയാവും. ഇല്ല ഗൈസ്, ഇത് കിട്ടണില്ല. ഇപ്പോൾ ഇതിങ്ങനെ നിൽക്കട്ടെ. നമ്മൾ പണി ചെയ്തുകൊണ്ട് നിൽക്കാം. എപ്പോഴേലൊക്കെ റെഡി ആവേണ്ടതാണ്. നമ്മളെപ്പോഴും ചെസ്റ്റ് അവിടെ തന്നെ വെക്കൂല. ആ ബിൽഡ് കഴിഞ്ഞാൽ പൊട്ടിച്ച് മാറ്റേണ്ടതാണ് എന്തായാലും. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് ക്യാൻ ഫയറാണ്. അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് കുറച്ച് ചാർക്കോളിൻ്റെ ആവശ്യമുണ്ട്. കുറച്ച് വുഡ് നമുക്ക് സ്മെൽറ്റ് ചെയ്യാൻ വെക്കാം. ഇതിവിടെ ഇരുന്ന് സെറ്റ് ആവട്ടെ. അപ്പോൾ തന്നെ നമുക്ക് ബാക്കി സംഭവങ്ങൾ റെഡിയാക്കാം. ഇനി നമുക്ക് കുറച്ച് ലാൻഡറിൻ്റെ ആവശ്യമുണ്ട്. അതിന് കുറച്ച് അയൺ എടുക്കാം നമുക്ക് ആദ്യം തന്നെ. അതതിന് ആവശ്യത്തിനുള്ള അയൺ നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മളെ കയ്യിൽ 16 ടോർച്ചുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ലാൻഡറിൻ ക്രാഫ്റ്റ് ചെയ്യാം. 16 കിട്ടിയിട്ടുണ്ട്. നമുക്ക് കുറച്ച് മോസ് ബ്ലോക്കിൻ്റെ ആവശ്യമുണ്ട്. അതും എടുത്തിട്ടുണ്ട്. നമുക്കിത് പെട്ടിയിൽ കൊണ്ടുപോയി വെക്കാം.
അതന്നെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം നൈറ്റായി തുടങ്ങി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പോയി ഉറങ്ങി വെച്ചിട്ട് വരാം. നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയ ബിൽഡ് നൈറ്റൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. ഇനി നമുക്ക് കുറച്ച് ഷുഗർ കൈൻ്റെ ആവശ്യമുണ്ട്. ഷുഗർ കൈന് നമ്മുടെ കയ്യിൽ ആവശ്യത്തിന് ഏറെ ഉണ്ട്. ഇപ്പം തന്നെ പെട്ടി നോക്കിയാൽ കംപ്ലീറ്റ് നിറഞ്ഞിരിക്കണേ. നമുക്കിതൊന്ന് കൂട്ടി കൊടുക്കണം, ചെസ്റ്റും കാര്യങ്ങളൊക്കെ. ഇനി നമുക്ക് കിട്ടിയ ഷുഗർ കൈനൊക്കെ ഈ പെട്ടിയിൽ കൊടുന്ന് വെക്കാം. നമ്മൾ കുറച്ച് ബാമ്പ് എടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് കൂടി നട്ട് വെച്ചതിന് ശേഷം ബാക്കിയുള്ളത് നമുക്ക് ചെസ്റ്റിൽ തന്നെ വെക്കാം. ബാക്കി നമുക്ക് ചെസ്റ്റിൽ വെക്കാം. എനിക്ക് തോന്നുന്നു ബാമ്പു ബോൺവിൽ ചെയ്യാൻ പറ്റും, ഷുഗർ കൈൻ്റെ പോലെ അല്ലാന്ന്. അതുകൊണ്ടൊന്ന് ബോൺവിൽ ചെയ്ത് നോക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് കൂടുതൽ ബാമ്പ് പെട്ടെന്ന് തന്നെ കിട്ടിക്കോളും. ഇതിപ്പോൾ തന്നെ വളർന്നു തുടങ്ങി. ബോൺവിൽ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. ബാമ്പ് കഴിഞ്ഞാൽ നമുക്ക് ബോൺവിൽ ചെയ്ത് പെട്ടെന്ന് ഒപ്പിക്കാം. ഇനി നമുക്ക് ഗ്രീൻ ഡൈ വേണം. അതിന് നമ്മൾക്ക് ഇതുവരെ കാക്ടസ് കിട്ടിയിട്ടില്ല. അപ്പോൾ അതൊന്ന് നോക്കി പോവുകയാണ്. ഇപ്പോൾ കാക്ടസ് ഡൈന് മാത്രമല്ല, നമുക്ക് എന്തെങ്കിലും ബിൽഡിനോ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ഒരു ഡെസേർട്ട് കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കട്ടെ. ഇത് ഡെസേർട്ടിനെ കിട്ടുള്ളൂ എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഒന്ന് അന്വേഷിച്ച് പോവുകയാണ് ഇപ്പോൾ. അപ്പോൾ ഞാൻ കിട്ടുമ്പോൾ അപ്ഡേറ്റ് ചെയ്യാം. നമ്മളിപ്പോൾ കുറേ പോകുന്നത്, പക്ഷേ ഡെസേർട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല. നമ്മൾ ഏകദേശം ഒരു 10,000 ബ്ലോക്കോളം നമ്മൾ പോകുന്നത്. പക്ഷേ ഒരു ഔട്ട് പോസ്റ്റ് കണ്ടുപിടിക്കാൻ പറ്റി. ഇവിടുന്ന് എന്തെങ്കിലും ലൂട്ട് എന്തെങ്കിലും കിട്ടുമോ നോക്കട്ടെ. ആദ്യം ഇതിൻ്റെ മേലുള്ള ഇവനെ തീർക്കാം. ഇനി നമുക്ക് താഴത്തേക്ക് ഇറങ്ങിയതിൻ്റെ ശേഷം നോക്കാം. ഈ ഭാഗത്ത് ചെസ്റ്റ് ഉണ്ട്. ഇതിലെന്തൊക്കെയുള്ളത് നോക്കട്ടെ. ഇതിൽ പ്രത്യേകിച്ച് ഡ്രിം ഉണ്ട്. അതെന്തെങ്കിലും നമുക്ക് യൂസ് ആവും. വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഒരു SP ബോട്ടിലുണ്ട്, അതെടുക്കാം. പിന്നെ ഈ ഹോർണുണ്ട്, അതും കൂടി നമുക്ക് എടുക്കാം. ഇനി ഈ ഹോർണൊന്ന് യൂസ് ചെയ്ത് നോക്കാം നമുക്ക്. കുഴപ്പമൊന്നുമില്ല, നല്ലത് തന്നെയാണ്. നമുക്ക് എന്തായാലും വീട്ടിൽ കൊണ്ടുപോകാം. അപ്പോൾ ഇവന്മാരൊക്കെ ഇവിടെ നിന്ന് തീർക്കട്ടെ. താഴെ ഭാഗത്ത് കുറച്ച് നിൽക്കുന്നുണ്ട്. നമുക്ക് കുറച്ചുകൂടി മുന്നിലേക്ക് പോയി നോക്കാം ഒരു ഡെസേർട്ട് കിട്ടുമെന്നുള്ളത്. ആ ഭാഗത്ത് അത് ബീച്ചാണ് തോന്നുന്നത്. ഐസ് ഭയം എത്തി. എന്തായാലും കുറച്ചുകൂടി മുന്നിലേക്ക് പോയി നോക്കാം, നമുക്ക് കിട്ടുമോ നോക്കട്ടെ. നമ്മളിപ്പോൾ കുറച്ചുകൂടി മുന്നിലേക്ക് പോകുന്നത്. ഇവിടെ ഡെസേർട്ട് കാണില്ല. ഇവിടെ ഒരു പോർട്ടലുണ്ട്. നമുക്ക് ആ പോർട്ടൽ എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ. എന്തായാലും ഒരു ഗോൾഡ് ബ്ലോക്ക് നമുക്ക് കിട്ടും. ഗോൾഡ് ബ്ലോക്ക് ഉണ്ട്, അതെന്തായാലും നമുക്ക് എടുക്കാം. ഇനി ചെസ്റ്റിൽ എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ. അതിന് മുന്നേ ഇവനെ ഇവിടെ നിന്ന് തീർക്കാം, അല്ലെങ്കിൽ നമ്മളെ ബാക്കിലൊന്ന് പൊട്ടിത്തെറിക്കും. അവൻ തന്നെ പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. ചെസ്റ്റിൽ ഒരു ഗോൾഡൻ ആപ്പിൾ, 2 ഗോൾഡൻ ആപ്പിൾ ഉണ്ട്. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ നമുക്കിനി തിരിച്ച് വീട്ടിൽ തന്നെ പോവാം. നമ്മൾ ഏകദേശം ഒരു 10,000 ബ്ലോക്ക് നമ്മൾ പോകുന്നു. ഇവിടെ ഒന്നും കണ്ടില്ല. നമ്മൾ വീട്ടിൽ പോകുന്ന വഴിയിൽ ഒരു മഷ്റൂം ഐലൻഡ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും അവിടെ പോയി നോക്കാം. ഒരു പോർട്ടൽ അവിടെ ഇരിക്കുന്നുണ്ട്. നമ്മളങ്ങനെ ഇവിടെ ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഈ ചെസ്റ്റിൽ ഗോൾഡൻ ആപ്പിൾ ഉണ്ട്. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഫ്ലിൻ്റൊക്കെ ഉള്ളത് നമുക്ക് ആവശ്യമില്ല. പിന്നെ ഒരു ഗോൾഡ് ബ്ലോക്ക് ഉണ്ട്, അതെന്തായാലും നമുക്ക് എടുക്കാം. അത് കിട്ടി. ഈ ഭാഗത്ത് ഇഷ്ടം പോലെ കൗ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഫുഡ് ഇവിടുന്ന് കുറച്ചധികം കിട്ടേണ്ടതാണ്. അപ്പോൾ നമുക്ക് ഇവന്മാരെ കുറച്ച് തീർക്കാം. നമ്മളിൽ ലൂട്ടിങ് 3 ഉണ്ടായതുകൊണ്ട് പെട്ടെന്ന് ഐറ്റംസ് കിട്ടേണ്ടതാണ്. അങ്ങനെ നമുക്ക് ആവശ്യത്തിനുള്ള ഫുഡ് ആയിട്ടുണ്ട്. ഇപ്പോൾ അടുത്തതിന് ഫുഡിൻ്റെ ആവശ്യമില്ല. 2 സ്റ്റേക്കോളം നമുക്ക് കിട്ടി. ഇതന്നെ നമുക്ക് ധാരാളം മതിയാവും. കുറച്ചുകൂടി ഇത് താഴെ കിടക്കണം, അതും കൂടി നമുക്ക് എടുക്കാം. ഈ ഭാഗത്തൊക്കെ ഉണ്ട്, ഇതും കൂടി നമുക്ക് കളക്ട് ചെയ്യാം. അപ്പോൾ തന്നെ നമുക്ക് എത്ര കിട്ടും നോക്കാം. ഈ ഭാഗത്തൊന്നും നമ്മൾ ഇൻവെർട്ടറിൽ കയറിയിട്ടില്ല. അതതിനെ 17 കൂടി കിട്ടിക്കണേ. ഇപ്പോൾ തൽക്കാലം നമുക്കത് മതി. നമുക്ക് ഇനി വീട്ടിൽ പോവാം. യോ എന്താ ഉണ്ടായി? നമ്മളെ എലൈട്ര ബ്രേക്കായി. ഇനി 1 HP ഉള്ളൂ എലൈട്രക്ക്. അപ്പോൾ നമുക്ക് ഇനി നടന്നു പോകേണ്ടി വരും. ഏകദേശം ഇവിടുന്ന് ഒരു 10,000-2000 ബ്ലോക്ക് കൂടി ഉണ്ട്. ഞാൻ ഇത്രയും നേരം 10,300 ബ്ലോക്ക് മേൽക്കൂടെ ഇന്ന് പറഞ്ഞിരുന്നത്. ഇപ്പോൾ എന്തോ ഭാഗ്യത്തിന് ഞാൻ താഴത്തേക്ക് വന്ന്. അതുകൊണ്ട് നമ്മൾക്ക് പ്രത്യേകിച്ചൊന്നും പറ്റുമൊന്നുമില്ല. കുറച്ച് ഹെൽത്ത് കുറഞ്ഞ്, അല്ലാത്ത കുഴപ്പമൊന്നുമില്ല. പിന്നെ ടോട്ടുണ്ട്, അത്ര പേടിക്കാനൊന്നുമില്ല. നമുക്ക് എലൈട്ര ഒന്ന് മെൻറ്റ് ചെയ്തെടുക്കാം. ഇവന്മാരെ കുറച്ച് തീർത്താൽ മതി. നമുക്ക് ഫുഡും കിട്ടിക്കോളും. അതുപോലെ നമുക്ക് മെൻറ്റാവും ചെയ്യും. എലൈട്ര പെട്ടെന്ന് തന്നെ മെൻറ്റാവേണ്ടതാണ്. കുറച്ചും കൂടി മോബിന് ഇവിടെ തന്നെ കിട്ടുമെന്ന് നോക്കട്ടെ. ഇപ്പം തന്നെ 9 ആയി. അതുകൊണ്ട് പെട്ടെന്ന് ആവും. നമ്മളെ എലൈട്ര അങ്ങനെ കുറച്ച് മെൻറ്റായിട്ടുണ്ട്. 17 ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് വീട്ടിലേക്ക് എത്താൻ പറ്റുമോ നോക്കട്ടെ. ഇനി കുറച്ചും കൂടി ബ്ലോക്കുള്ളൂ വീട്ടിലേക്ക്. എലൈട്ര പിന്നെയും ബ്രേക്കായി. നമ്മളെ വീടെത്താനായി. ഇനി കുറച്ചുകൂടി ബ്ലോക്കുള്ളൂ. ഇവിടുത്തെ നിന്നാൽ തന്നെ നല്ലപോലെ കാണാൻ പറ്റും. അതാണ് നമ്മൾ അയൺ ഫാമാണ് കാണുന്നത്.
ഇവിടെ കുറച്ചുകൂടി മോബുണ്ട്, ഇവന്മാരെ നമുക്ക് ഇവിടെ നിന്ന് തീർക്കാം. അപ്പോൾ കുറച്ച് മെൻ്റെ കിട്ടിക്കോളും. അപ്പോൾ പെട്ടെന്ന് വീട്ടിലേക്ക് എത്താം. അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. നമ്മൾ എലൈട്ര നല്ല കുറവാണ് ഡ്യൂറബിലിറ്റി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ മെൻഡ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഏകദേശം രാത്രി ആയി തുടങ്ങി. അപ്പോൾ രാവിലെ നമുക്ക് മെൻഡ് ചെയ്തെടുക്കണം. അല്ലെങ്കിൽ ഇന്നത്തെ രാത്രി നമുക്ക് ഫൈറ്റ് ചെയ്ത് നിൽക്കാം മോബിനെ. അപ്പോൾ പെട്ടെന്ന് തന്നെ മെൻഡ് ആയിക്കോളും. അപ്പോൾ ഞാൻ ഈ മോബ് ഫാർമൊക്കെ ഒന്ന് പോയി നോക്കട്ടെ. ഇവിടെ കുറച്ച് മോബ് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നും കുറച്ച് SP നമുക്ക് കിട്ടിക്കോളും. നമ്മളിവിടെ എത്തി. മോബിൻ്റെ ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട്. ഇതിനകത്ത് കുറച്ച് മോബുണ്ട്. ഇവന്മാരെ തീർക്കാം. പെട്ടെന്ന് പെട്ടെന്ന് മെൻഡാവും എലൈട്ര. ഇപ്പോൾ തന്നെ 82ആയി. അപ്പോൾ ഇവിടെ തന്നെ നിന്നാൽ മതി. അപ്പോൾ ഞാനിതൊന്ന് പെട്ടെന്ന് മെൻഡ് ചെയ്തെടുക്കട്ടെ. അതങ്ങനെ നമ്മൾ എലൈട്ര മെൻഡൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് ടൈം ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ പോയി. ഇനി ഈ സൈഡ് കൂടി ഒന്ന് പോയി നോക്കട്ടെ. ഡെസേർട്ട് കിട്ടുകയാണെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളങ്ങനെ സവാന എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഡെസേർട്ട് ഉണ്ട്. നമ്മളങ്ങനെ തേടിയ സാധനം നമ്മൾ കണ്ടുപിടിച്ച്. ഇനി കാറ്റക്സ് നമ്മളടിയിൽ തന്നെ ഇരിക്കുന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ പോയി എടുക്കുക ആവശ്യത്തിനുള്ളത്. അങ്ങനെ നമുക്ക് തേടിയ സാധനം കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുന്ന് കുറച്ചധികം തന്നെ എടുക്കാം. ഇത് ഇട്ടിട്ടാണ് നമ്മൾ ഗ്രീൻ ഡൈ ഉണ്ടാക്കുന്നത്. ഇനി ഇത് വീട്ടിൽ കൊണ്ടുപോയതിൻ്റെ ശേഷം നമുക്ക് ഫാമും കാര്യങ്ങളൊക്കെ ചെയ്യാം. ഗ്രീൻ ഡൈ അതിൻ്റെ റെസിപ്പിയൊക്കെ നമുക്ക് ഓണായി വന്നിട്ടുണ്ട്. അതതിനെ ആവശ്യത്തിനുള്ള ആയിട്ടുണ്ടാവും. നമുക്ക് ഇതും കൂടി എടുക്കാം. അതങ്ങനെ 63 കിട്ടിയിട്ടുണ്ട്. അതിന് നമുക്ക് മതി. നമുക്ക് കഴിഞ്ഞ് വീട്ടിൽ പോവാം. നമ്മളതിന് ബേസിലെത്തിയിട്ടുണ്ട്. നൈറ്റാണ്. അപ്പോൾ പെട്ടെന്ന് ഉറങ്ങി വെച്ചിട്ട് വരാം. ഇനി നമുക്ക് കിട്ടിയ കാറ്റസ് നമുക്ക് സ്മെൽറ്റ് ചെയ്യാക്കാം. എന്നാലാണ് നമുക്ക് ഡൈ കിട്ടുള്ളൂ. അവിടെ നിന്ന് സെറ്റ് ആവട്ടെ. അതങ്ങനെ 4 ഡൈ ആയിട്ടുണ്ട്. നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് ഗ്ലാസ് ക്രാഫ്റ്റ് ചെയ്യണം. ഗ്ലാസ് പെയിൻ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് ഗ്രീൻ ഗ്ലാസ് നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാം. 32 കിട്ടിയിട്ടുണ്ട്. ഇതന്നെ നമുക്ക് മതിയാവും. ഇനി നമുക്ക് കുറച്ച് കെൽപ്പിൻ്റെ ആവശ്യമുണ്ട്. ഒരു കെൽപ്പിൻ്റെ ഒക്കെ കിട്ടിയെന്ന് നമുക്കിവിടെ ബോൺവിൽ ചെയ്ത് കണ്ട് പെട്ടെന്ന് തന്നെ കുറച്ച് ആക്കിയെടുക്കാം. ഇതിങ്ങനെ ബോൺവിൽ ചെയ്യാൻ പറ്റും. ഇവിടെ നിന്നിട്ട് തന്നെ നമുക്ക് പെട്ടെന്ന് കൂടുതൽ കിട്ടിക്കോളും. അതതിന് 38 കിട്ടിയിട്ടുണ്ട്. അതന്നെ നമുക്ക് മതിയാവും. ഇനി നമുക്ക് സീ ഗ്രാസ് കുറച്ച് വേണം. ഇവിടെ തന്നെ ഉണ്ട് കുറച്ച്. നമുക്ക് എന്തായാലും കളക്ട് ചെയ്യാം. അത് നമുക്ക് കുറച്ച് മതി. 16 കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മളെ ചെസ്റ്റ് റെഡിയായി. നമ്മൾ കുറേ ദൂരത്തേക്കൊക്കെ പോയുണ്ടാവും. എന്തായാലും റെഡിയായി കിട്ടി. ഇനി നമുക്കിതിൽ കുറച്ച് ലില്ലി പാഡും കൂടി വെക്കാം. ഇനി നമ്മൾ പോണ്ടിൽ ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഫിഷിനും കൂടി പിടിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് സാൽമണിനേ ഉള്ളൂ. ഇനി ഭംഗിയുള്ള മീനൊക്കെ കിട്ടുമ്പോൾ അവന്മാരെ കൊടുന്നിടണം. പിന്നെ നമ്മൾ കുറച്ച് ഫ്ലേവറും കാര്യങ്ങളും വെച്ചിട്ടുണ്ട് ഡെക്കറേഷന് വേണ്ടിയിട്ട് തന്നെ. നമ്മൾ കുറച്ച് വാർപ്പിഡ് ട്രാപ്പ് ഡോർ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് കാണാൻ നല്ല ഭംഗിയാണ്. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഈ ബിൽഡ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഇത്രയും സാധനങ്ങൾ നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഭാഗത്ത് ബിൽഡ് ചെയ്ത് വെക്കണം എന്നുള്ളൂ. അപ്പോൾ ഞാനൊരു ടൈം ലാപ്സ് വെക്കാം. അങ്ങനെ നമ്മുടെ ബിൽഡിൻ്റെ പണി അവസാനിച്ചിട്ടുണ്ട്. ഞാൻ ഒന്ന് ശരിക്കും പോലെ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ പോണ്ട്. ഇങ്ങനെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതുകൊണ്ട് നോക്കിയാൽ ആ ഭാഗത്ത് നിന്ന് കുറച്ച് വെള്ളം ഒഴുകി വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ ഭാഗത്ത് ചെടികളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ബാമ്പും ഷൂർക്കൈനൊക്കെ വരുന്നുണ്ട്. ബാമ്പു ഒക്കെ പെട്ടെന്ന് വലുതാവുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ. പിന്നെ ഇതിൽ കുറച്ച് മീനൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഭാഗത്തു നിന്നും വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട്. കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ നമ്മൾ പോണ്ടിൻ്റെ ആ ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ താമരയൊക്കെ വെച്ചിട്ടുണ്ട്. കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്.
അങ്ങനെ എല്ലാ ഭാഗത്തും നമ്മൾ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ചെസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് പൊട്ടിച്ച് മാറ്റണം, നല്ലോണം ഒന്നുകൂടി ഭംഗിയാവുള്ളൂ. പിന്നെ ഇവിടെ ചെറിയൊരു പാലങ്ങനെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ വന്ന് നല്ല നല്ല ചില്ല് ചെയ്യാനൊക്കെ പറ്റിയ ഒരു ഏരിയയാണ്. ഞാനങ്ങനെ ബിൽഡും കാര്യങ്ങളൊക്കെ അധികം ചെയ്യാത്തതാണ്, അപ്പോൾ കുറച്ച് പോരായ്മയൊക്കെ ഉണ്ടാവും. അത് പിന്നെ പിന്നെ നമ്മൾ തിരുത്തും. കറക്റ്റ് സമയത്ത് മഴയും പെയ്ത്. റിയൽ ലൈഫിലും മഴ, അതുപോലെ തന്നെ ഗെയിമിലും മഴ. നല്ലൊരു ആംബിയൻസ് ആണ് ഇപ്പോൾ. നമ്മളിവിടെ ബിൽഡും കാര്യങ്ങളൊക്കെ കൊണ്ടുകൊണ്ട് നല്ല ഭംഗിയൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ നമ്മളെ വീട് മാത്രം ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കണ പോലെ ആയിരുന്നു. ഇപ്പോൾ അതൊക്കെ ഒന്ന് മാറിക്കിട്ടി. നമ്മൾ കെൽപ്പും കാര്യങ്ങളൊക്കെ നട്ടിട്ടുണ്ട്. പിന്നെ അടിയിലും നമ്മൾ മോസ് ബ്ലോക്കും സാൻഡും ഒക്കെ വെച്ചിട്ടുണ്ട്. ഈ കാർപ്പറ്റ് നമുക്ക് കിട്ടിയോടെ തന്നെ നല്ല പോലെ വെക്കാം. അറിയാതെ കൈയ്യട്ടി പൊട്ടിപ്പോയതാണ്. ഇവിടാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഇത്രയൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. ഈ വള്ളിയൊക്കെ തൂക്കി കിടന്നിട്ട് എന്തോ പോലെ ആയല്ല. കാണാൻ ഭംഗിയുണ്ട്, പക്ഷേ ഇത് ഓവറാക്കണ്ട. നമുക്ക് കുറച്ചൊക്കെ പൊട്ടിച്ചു കൊടുക്കാം. ഈ ഭാഗത്ത് നമ്മളെ വീട്ടിലേക്ക് ഒരു പാത്ത് കണക്ട് ചെയ്ത് കൊടുക്കട്ടെ, എന്നാൽ കാണാൻ ഒന്നും കൂടി ഭംഗിയായിരിക്കും. ഒന്ന് റെഡിയാക്കട്ടെ. നമ്മളൊരു ചെറിയ പാത്തും കാര്യങ്ങളൊക്കെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ കാണാൻ ഒന്നുകൂടി ഭംഗിയുണ്ട്. മഴ പെയ്യുമ്പോഴുള്ളൊരു ലുക്കാണിത്. കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.